ബാറ്റിൽ ഗ്രൗണ്ട് ഓഫ് ഫ്രീബീസ്. ഈ വരുന്ന ഡൽഹി തെരഞ്ഞെടുപ്പിനെ അനലിസ്റ്റുകൾ വിശേഷിപ്പിക്കുന്നത് ഈ ഒരു ഓമന പേരിട്ടാണ്. ഈവൻ സർവേസ് ആർ ഗോയിങ് ഓൺ ഹൂ ഈസ് ഗോയിങ് ടു ഗീവ് മോർ ഫ്രീബീസ് ഡ്യൂറിങ് ദിസ് ഇലക്ഷൻ. എന്താണ് ഫ്രീബീസ്? അതെങ്ങനെയാണ് ജനാധിപത്യത്തിന് ഒരു ഭീഷണിയാകുന്നത്? ഏറ്റവും ചുരുങ്ങിയ വാക്യം പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കുന്നുണ്ട്, എന്നെ നിങ്ങൾ ജയിപ്പിക്കണം, അതിനായി ഞാൻ നിങ്ങൾക്കൊരു 1500 രൂപ തരാം എന്ന് ഞാൻ പറഞ്ഞാൽ ദാറ്റ് അമൗണ്ട്സ് ടു ഇലക്ഷൻ കറപ്ഷൻ. എന്നാൽ ഞാൻ ഒന്ന് മാറ്റി പറയുകയാണ്, എന്നെ നിങ്ങൾ വിജയിപ്പിച്ച് ഞാൻ അധികാരത്തിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രതിമാസം 1500 രൂപ കിട്ടുന്ന ഒരു സ്കീം ഞാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞാൽ ദാറ്റ് അമൗണ്ട്സ് ടു ഫ്രീബീസ്. ഇവിടെ ഡൽഹിയിലേക്ക് വന്നാൽ ഏറ്റവും അധികം സൗജന്യ വാഗ്ദാനങ്ങൾ നൽകുന്നത് ആരാണ് എന്നുള്ള സംബന്ധിച്ച് വലിയൊരു മത്സരം തന്നെ രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ നടക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഫ്രീ ഇലക്ട്രിസിറ്റി അപ് ടു 200 യൂണിറ്റ്സ് എന്നുള്ളതാണ് ആം ആദ്മി പാർട്ടി പറയുന്നതെങ്കിൽ അപ് ടു 300 യൂണിറ്റ്സ് എന്നാണ് കോൺഗ്രസിൻ്റെ മുദ്രാവാക്യം. അതുമാത്രമല്ല, മുഖ്യമന്ത്രി മഹിളാ സമ്മാൻ യോജന പ്രകാരം പ്രതിമാസം 2100 രൂപ സ്ത്രീകൾക്ക് നൽകുമെന്ന് ആം ആദ്മി പാർട്ടി അവകാശപ്പെടുകയും മഹിളാ സമൃദ്ധി യോജന പ്രകാരം 2500 രൂപയും പ്യാരി ദീദി യോജന പ്രകാരം 2500 രൂപയും തങ്ങൾ നൽകുമെന്ന് കോൺഗ്രസും BJPയും അവകാശപ്പെടുകയും ചെയ്യുന്നുണ്ട്. വാഗ്ദാനങ്ങൾ ഇവിടെയും തീരുന്നില്ല. ഫ്രീ ഹെൽത്ത് കെയർ, അപ് ടു 10 lakh ലൈഫ് ഇൻഷുറൻസ് പോളിസീസ്, പെൺകുട്ടികളുടെ വിവാഹത്തിനായിട്ട് 1 ലക്ഷം രൂപ വരെയുള്ള സാമ്പത്തിക സഹായം, ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്ക് 2500 രൂപ വരെ യൂണിഫോം വാങ്ങാനുള്ള പണം, അൺഎംപ്ലോയ്ഡ് യൂത്തിന് പ്രതിമാസം 8500 രൂപ വരെ ലഭിക്കുന്ന ഒരു സ്കീം തുടങ്ങി അങ്ങനെ നീളുന്നു ഇവർ മുന്നോട്ട് വയ്ക്കുന്ന സൗജന്യ വാഗ്ദാനങ്ങൾ. 1950കളിൽ അന്ന് തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന കാമരാജാണ് ഇന്ത്യയിൽ മിഡ് ഡേ മീൽസ് എന്നുള്ള ആശയത്തിലൂടെ ഫ്രീബീസ് എന്നുള്ള കോൺസെപ്റ്റ് ഇന്ത്യയിലേക്ക് ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. എന്നാൽ തുടർന്നങ്ങോട്ട് ജയലളിത ഉൾപ്പെടെയുള്ള മുഖ്യമന്ത്രിമാർ ഫ്രീ ബൈസിക്കിൾസ്, ഫ്രീ TVs, ഫ്രീ വാഷിംഗ് മെഷീൻ തുടങ്ങിയിട്ടുള്ള ഒരുപാട് സൗജന്യങ്ങൾ നൽകിക്കൊണ്ട് ഒരു വെൽഫെയർ മെക്കാനിസം എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ഇതിനും വളർത്തുകയും അതിൻ്റെ ഫലമായി ഇന്ന് ഇന്ത്യൻ എക്കണോമിയെ തന്നെ ബാധിക്കുന്ന തലത്തിലുള്ള ഒരു ഇരുതല മൂർച്ചയുള്ള വാളായിട്ടത് മാറുന്ന സ്ഥിതിവിശേഷവും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. വാട്ട്സ് എ ഡിഫറൻസ് ബിറ്റ്വീൻ വെൽഫെയർ മെഷേഴ്സ് ആൻഡ് ഫ്രീബീസ്? ഉദാഹരണത്തിന് ഫ്രീ എഡ്യൂക്കേഷൻ വഴി വിദ്യാഭ്യാസമുള്ള തലമുറയെ വാർത്തെടുക്കുവാനും അതുമൂലം സൊസൈറ്റിയെ അപ്ലിഫ്റ്റ് ചെയ്യുവാനും നമുക്ക് സാധിക്കും. എന്നാൽ സൗജന്യ TV, സൗജന്യ വാഷിംഗ് മെഷീൻ, സൗജന്യ സൈക്കിൾ തുടങ്ങിയുള്ള പദ്ധതികൾ പ്രകാരം വലിയ ചലനങ്ങളൊന്നും സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല, അതിൻ്റെ അമിതമായ ഉപയോഗം ചിലപ്പോൾ സമൂഹത്തിനെ വലിയ കടക്കണിയിലേക്ക് തള്ളിയിടുവാനും ചിലപ്പോൾ അതുമൂലം കാരണമായേക്കാം. 96,000 കോടിയോളം രൂപയാണ് പല സംസ്ഥാനങ്ങളും ഇന്ത്യയിൽ ഫ്രീബീസിന് വേണ്ടി മാത്രമായിട്ട് ചെലവഴിച്ചിട്ടുള്ളത് എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ തന്നെയാണ്. എവിടെ നിന്നാണ് ഇതിനു വേണ്ടുന്ന ഫണ്ടുകൾ എടുക്കുന്നത്? തീർച്ചയായിട്ടും കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് തന്നെയാണ്. ഇനി ആ തുകയും തികഞ്ഞില്ലെങ്കിലോ പല സംസ്ഥാനങ്ങളും അങ്ങനെ തികയാതെ വരുന്ന തുകയ്ക്ക് വേണ്ടി ഒരു അഡീഷണൽ സെസ് ഏർപ്പെടുത്തിയിട്ട് ജനങ്ങൾക്ക് മേൽ അമിത ഭാരം അടിച്ചേൽപ്പിക്കുന്ന പ്രവണതകളും ഇന്ന് കണ്ടുവരികയാണ്. ഇന്ത്യൻ ലീഗൽ സിസ്റ്റം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഇന്ന് ഫ്രീബിക്ക് അതിർവരമ്പുകൾ നിശ്ചയിക്കുന്ന നിയമ സംവിധാനങ്ങൾ ഇന്ത്യയിൽ ഇല്ല എന്നുള്ളത് തന്നെയാണ്. അതിനെ സംബന്ധിച്ച് ഒരുപാട് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻസ് ഇന്ന് കോടതികൾ പെൻഡിംഗ് ആണ്. ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുവാൻ സുപ്രീം കോടതി ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. നല്ല മാറ്റങ്ങൾക്കായി പ്രത്യാശിക്കാം എന്ന് മാത്രം.